ഹലോ ഗൈസ്, അപ്പോൾ എല്ലായിടത്തും ചക്കയുടെ സീസൺ അല്ലേ. അപ്പോൾ നമുക്ക് ചക്കക്കുരു കൂഞ്ഞ് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. കൂഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ചക്കയുടെ മണ്ടഭാഗം ഉണ്ടല്ലോ, അതിനാണ് കേട്ടോ കൂഞ്ഞെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കക്കുരു വേണം, പിന്നെ കൂഞ്ഞ് വേണം, കൊച്ചുള്ളി വേണം, കറിവേപ്പില വേണം. കൊച്ചുള്ളിയും കൂഞ്ഞും ചെറുതായിട്ട് അരിയുക. ചക്കക്കുരു മാത്രം കുറച്ച് അതിനെക്കാട്ടി വലിയ പീസായിട്ട് നല്ലപോലെ വേവിക്കുക. ആ ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും കൂഞ്ഞും കുറച്ച് ഉപ്പോടിട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ മറക്കരുത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം, മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെന്ത് വന്ന് ഈ കൂട്ടിനകത്തോട്ട് നമ്മുടെ അരപ്പൂടെ തട്ടിക്കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ ഓൾമോസ്റ്റ് പരിപാടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ താളിക്കൽ പരിപാടിയാണ് കേട്ടോ. താളിക്കൽ പരിപാടി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളി മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളിക്കൽ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ താളിച്ച സാധനം നമ്മുടെ ആ തോരൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിനകത്തോട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.